ഹായ് ഫ്രണ്ട്സ്, സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുള്ളതാണിത്. അതൊരു സാധാരണ ഒരു ഗ്രില്ല് ചെയ്ത റെസിപ്പി അല്ല. ഗ്രില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷെസ്വാൻ സോസാണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒരു വെറൈറ്റിയാണ്. സാധാരണ പോലുള്ളൊരു ഗ്രിൽ ചിക്കൻ അല്ല. മാത്രമല്ല ശരിക്കും നല്ല ടേസ്റ്റിയാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചും കൂടി വെറൈറ്റി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഇനി വേണ്ടി നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കുകയാണ്. മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സീൻ്റെ ജാറിൽ ഞാൻ ഗരം മസാല ഉണ്ടാക്കിയിരുന്നതാണ്, അതുകൊണ്ടാണ് ആ കളറ്. 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചിയുടെ കഷ്ണം 4-5 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും അതൊക്കെ വളരെ കുറച്ച് മതി. പിന്നെ ഗരം മസാല കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം ഞാൻ അപ്പം മിക്സിയിൽ അത് പൊടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് അതിലുണ്ടാവുമല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് കസൂരി മേത്തിയുടെ പൊടിയാണ്. കസൂരി മേത്തി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പൊടിച്ചാണ് വെച്ചിട്ടുള്ളത്. ഉലുവയുടെ ഇല ഉണക്കിയത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ പൊടിയാണത്. ഞാൻ പൊടിച്ച് വെച്ചതുകൊണ്ട് ഞാൻ പൊടി ഇട്ടതാണ്. ഇത് അയമോദകമാണ്. ഒരു നുള്ളൊക്കെ ഇട്ടാൽ മതി, വളരെ കുറച്ചിട്ടാൽ മതി, കൂടി പോകാൻ നോക്കണം. നിർബന്ധമല്ല കേട്ടോ അയമോദകം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അയമോദകം നിർബന്ധമല്ല കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇട്ടത് തൈരാണ്. നല്ല കട്ട തൈര് വേണം എടുക്കാൻ. ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തത്. അത്യാവശ്യം പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ ഫുള്ളൊക്കെ എടുക്കാം. ഞാൻ 1ൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരയ്ക്കാൻ. അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ക്രിസ്പിയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, മസാലയൊക്കെ ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയതാണ്. ഒരു ചുറ്റും ഒന്ന് അതിൻ്റെ ഹോൾ ബോഡി മൊത്തം ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ അതിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. ഞാൻ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വെക്കണില്ല. സിമ്പിളായിട്ടുള്ളൊരു ഗ്രിൽ ചിക്കനാണ്. എന്നിട്ട് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പുരട്ടി കൊടുക്കുക. ആ വരഞ്ഞ ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കസൂരി മേത്തി ഉണ്ടായാലും അതൊരു നല്ല ടേസ്റ്റാണ്. ഇല്ലാത്തവർക്ക് അതില്ലാതെയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അയമോദകം അത് ഒരിത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ്. മാത്രമല്ല വയറിനും നല്ലൊരു സുഖമായിരിക്കും. ഇങ്ങനത്തെ ഹെവി ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല. അയമോദകം ചേർത്ത് കഴിഞ്ഞാൽ കൂടി പോവാതെ നോക്കണം. ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഗരം മസാല ഇപ്പോൾ ഞാനിതിലൊരു 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ആരെയൊക്കെ വേണവർക്ക് ഇടാം. ഞാൻ പിന്നെ ഗരം മസാല പൊടിച്ച ഉടനെ തന്നെ ആ മിക്സിയുടെ ജാറിലാണ് ഇപ്പോൾ ഇത് അരച്ചത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അതിലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. ഒന്ന് അടച്ചിട്ട് ഒരു 6 മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ എത്ര നേരം വെക്കണോ അത്രയും ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതാണ് നമുക്ക് വേണ്ടതും. അങ്ങനെയാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഏത് ചിക്കനായാലും അങ്ങനെയാണ്. നമ്മൾ മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആവുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ അതിൻ്റെ ഗ്രില്ല് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കാല് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു നൂല് വെച്ച് കെട്ടണം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാൻഡിൽ ഞാനത് കയറ്റി വെച്ചിരിക്കുകയാണ്. മൈക്രോവേവിൽ വെച്ച് നമ്മൾ 1 മണിക്കൂറാണ് ഗ്രില്ല് ചെയ്യണത്. ഒരു സൈഡ് ഇങ്ങനെ മുകൾ ഭാഗം ഒരു സൈഡ് മാത്രമാക്കിയിട്ട് 1/2 മണിക്കൂർ. എന്നിട്ട് പിന്നെ ഞാൻ അതൊന്ന് 1/2 മണിക്കൂറായി കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് മേലെ ഭാഗം താഴെ ഭാഗം അരമണിക്കൂർ വീതം അങ്ങനെ ടോട്ടൽ
1 മണിക്കൂറാണ് കൊടുത്തത്. നമുക്ക് ഗ്രില്ല് ചെയ്യണത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കനലിട്ടിട്ട് അടുപ്പിൽ അങ്ങനെ കനലിട്ടിട്ടും ചെയ്യാം. ഞാനിപ്പോൾ മൈക്രോവേവിലാണ് ചെയ്തത് മാത്രം. കാരണം ചിക്കൻ ഒന്നും ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മൾ നേരെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മൈക്രോവേവ് ചെയ്തത്. അപ്പോൾ റോസ്റ്റ് ചെയ്യാണ്. പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള, ഒരുപാട് ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ടില്ല. സാധാരണ പോലെ വലുതായിട്ടല്ല, ഒന്നും കൂടി ചെറുതായിട്ട്, എന്നാൽ തീരെ ചെറുതായിട്ടും അല്ല. ഇത് കുറച്ച് വലിയ സവാളയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നടുകെ ഒന്ന് കീറിയിട്ടാണ് സ്ലൈസ് ചെയ്തത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ചിക്കനിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. മാത്രമല്ല ഉള്ളിയൊന്ന് വഴന്ന് കിട്ടാനും ഉപ്പ് ഇട്ട് കൊടുക്കണം, നല്ലതാണ്. അത്യാവശ്യം ഉള്ളി നല്ലതായിട്ടൊന്ന് വാടി വരണം. ചിക്കൻ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. അത് അരമണിക്കൂറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ, അങ്ങനെ മൊത്തം 1 മണിക്കൂറാണ് വെച്ചത്. അപ്പോഴേക്കും അത്യാവശ്യം വേവും, നല്ല ക്രിസ്പിയൊന്നും ആവില്ല എന്നേ ഉള്ളൂ. കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇപ്പോൾ തക്കാളി മിക്സിയിൽ അരച്ചതാണ്. തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ ഒരു തക്കാളിയാണ് മിക്സിയിൽ അരച്ചത് ഇട്ട് കൊടുത്തു. ഉള്ളി വഴന്ന് വന്നപ്പോൾ കറിവേപ്പില ഇട്ടു, പിന്നെ തക്കാളി ഇട്ടു. തക്കാളി മിക്സിയിൽ അരച്ചതാണ്, വെള്ളം ചേർക്കരുത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വറ്റി വരണം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഷെസ്വാൻ സോസാണ്. ഷെസ്വാൻ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ നമ്മൾ മുളകോ മഞ്ഞളോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇതിലിടുന്നില്ല. സവാള ഇട്ടു, തക്കാളി അരച്ചതിട്ടു, ഈ ഷെസ്വാൻ സോസ് ഇത്രേ ഇടുന്നുള്ളൂ. കാരണം ഷെസ്വാൻ സോസിൽ തന്നെ ഉണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം. പിന്നെ മുളക് പൊടി എല്ലാം, മുളക് കാശ്മീരി മുളകൊക്കെ അത് തന്നെ ഉണ്ട്. അപ്പോൾ വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷെസ്വാൻ സോസ് മാത്രം മതി. ശരിക്കും ഈ ചിക്കൻ്റെ ഒരു ടേസ്റ്റും അതാണ്. ഷെസ്വാൻ സോസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ഒന്ന് കുറവാണ് തോന്നി എനിക്ക്. ഷെസ്വാൻ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടായിരിക്കും, എന്നാൽ പോലും കുറവാണ് തോന്നി. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മുകളിലൊക്കെ അത്യാവശ്യം ഒന്ന് നല്ല ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട്. ഒട്ടും എണ്ണ ഞാൻ തേച്ചിട്ടില്ലായിരുന്നു. നമ്മൾ സാധാരണ ഗ്രിൽ ചിക്കൻ ചെയ്യുമ്പോൾ ആ മസാലയിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിക്കും. പക്ഷെ ഞാൻ ഒഴിച്ചില്ല, കാരണം നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. പരമാവധി എണ്ണയുടെ അളവ് കുറയ്ക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം ഈ ചിക്കൻ ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതായി ചെയ്യുന്ന പോലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് താഴെയുള്ള മസാലയൊക്കെ അതിൻ്റെ മേലേക്കൊക്കെ ഒന്നാക്കി മസാലയിൽ അതിനൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഞാൻ വിറകടുപ്പായത് കാരണം വിറക് കൊള്ളിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു കനലിലിട്ടിട്ട് അതിനെ അടച്ച് വെച്ചിട്ടാണ് ചെയ്തത്. എന്നാൽ തന്നെ അതിന് ഇത്തിരി വെള്ളവും എണ്ണയൊക്കെ ഇറങ്ങി വരും. നമ്മൾ എണ്ണ ഒട്ടും ഒഴിച്ചിട്ടില്ല, നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചിക്കൻ മസാല തേക്കുമ്പോൾ ശരിക്കും സാധാരണ ഗ്രിൽ ചിക്കൻ ചെയ്യുമ്പോൾ അതിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എണ്ണ കുറയ്ക്കാൻ. എന്നാൽ തന്നെ നല്ല എണ്ണ വന്നിട്ടുണ്ട്. സൂക്ഷിച്ച് വേണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ. 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ടാവും, എന്നാൽ പോലും ഈ സോസിൽ കിടന്നൊന്ന് ആയി വരണം. അപ്പോഴാണ് ശരിക്കും ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ ആ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണം. പ്രത്യേകിച്ച് ഷെസ്വാൻ സോസ് എല്ലായിടത്തുമൊക്കെ ഒന്ന് എത്തണം. അങ്ങനെ ഞാൻ ശരിക്കും ഒരു അരമണിക്കൂറോളം അടുപ്പിൽ വെച്ചു. കാരണം തീരെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചത്. പിന്നെ ഒട്ടും വെള്ളമില്ലല്ലോ, ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നല്ല തീ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ട് തീരെ ചെറിയ ഫ്ലെയിമിൽ സാവധാനം കിടന്ന് അങ്ങനെ വെന്ത് വരണം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഓയിൽ കണ്ടോ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. ശരിക്കും നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ കുബൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നെയ്ച്ചോറോ ഫ്രൈഡ് റൈസോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഷെസ്വാൻ ചിക്കനും ഫ്രൈഡ് റൈസോ നെയ്ച്ചോറോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.